ഹായ് ഡിയേഴ്സ്, നമസ്കാരം. ഞാൻ റിസ്ന. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മുട്ടയും 2-3 ബ്രെഡും ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രം നിറയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം സ്നാക്കായിട്ടും അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുമ്പം അതിനകത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടുള്ളൂ കേട്ടോ. നമുക്കൊന്ന് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയുടെ ഒരു മിക്സാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം കറിവേപ്പില, ഒരു വറ്റൽമുളക് എല്ലാം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ കളറിൽ വേണ്ടിയിട്ട് ഒരല്പം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ പാലാണ് ചേർക്കുന്നത്. പാല് നിർബന്ധമില്ല. പാല് ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത്. ഇതിനകത്ത് മുട്ടയുടെ ഫ്ലേവറാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് ഈ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ഡിപ്പ് ചെയ്തെടുക്കണം. കാരണം മുട്ടേൻ്റെ ഫ്ലേവറാണ് ഇതിൽ നന്നായിട്ട് ഉണ്ടാവേണ്ടത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് ഇതിൻ്റെ അളവിലും മുട്ടയുടെ അളവിലും ഒക്കെ മാറ്റം വരുത്താം കേട്ടോ. പിന്നെ കൂടുതൽ മുട്ടയുടെ കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് കോട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു പ്രാവശ്യം തന്നെ കോട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ കോട്ട് ചെയ്തെടുത്താൽ മുട്ടയുടെ നല്ല ഫ്ലേവർ ഉണ്ടാകും. ഇനി നമുക്കിത് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഒരുപാട് എണ്ണ വേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരുന്നതാണ്. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിതെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. അങ്ങനെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചൂടോട് കൂടി കഴിക്കാൻ നല്ല മുരുമുരാന്നുള്ളൊരു സ്നാക്കാണ്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ കെച്ചപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോസൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റമാണ്. പിന്നെ എന്താ പറയുക, നിങ്ങൾ ഇത് എടുത്തിട്ട് ഒന്നെടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോസുകൾ, മയോണൈസോ അല്ലെങ്കിൽ കെച്ചപ്പോ എന്തെങ്കിലും ഇഷ്ടമുള്ള സോസുകൾ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ അങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നോമ്പ് തുറക്കുമ്പോഴും ഈ ഒരു സ്നാക്ക് അടിപൊളിയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ ബൈ.